മരണമുണ്ടാ, പക്ഷെ ധീരന്മാർക്ക് മരണം വന്നേ ഉള്ളൂ. തല്ലാൻ വന്നാ തല്ലണം, കൊല്ലാൻ വന്നാ കൊല്ലണം. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഡിഫൻസ് മെക്കാനിസംസ്, കുറേ ഡിഫൻസ് ടെക്നിക്കുമായിട്ട് നമ്മൾ വീണ്ടും വന്നേക്കുവാണ്. ഇന്നും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഫൻസ് ടെക്നിക്ക്, ഒന്നല്ല കുറേ അധികം ഡിഫൻസ് ആയിരിക്കും നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, ഇല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് സ്കൂളിൽ നിന്നൊക്കെ തൊട്ട് കേട്ട് വരുന്ന ഒരു സംഭവമാണ് മാസ്റ്റേഴ്സ് ലോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ പുറകിൽ കൂടെ കൈയിട്ട് അതേ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത്, ഇത് നമ്മൾ ഒരു ഡെഡ്ലി ലോക്കായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് നമുക്ക് ഇതിനകത്ത് ഊരി പോരാൻ പറ്റത്തില്ലാത്ത വളരെ ഹാർഡായിട്ടുള്ള ഇതുണ്ട്. ഈ പിടുത്തവും ഗ്രിപ്പും ഈ പിടുത്തവും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേനും വളരെ ഹാർഡായിട്ടുള്ള ഒരു ലോക്കായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഗൈസ്, ഇത് WWE പോലത്തെ സംഭവത്തിനകത്തൊക്കെ പലരും സ്പെഷ്യലായിട്ട് ഇടുന്ന അവരുടെ സ്പെഷ്യൽ ലോക്കിംഗ് മെക്കാനിസം ഒക്കെയാണ് ഈ മാസ്റ്റേഴ്സ് ലോക്ക്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇട്ടാണ് ഓരോരുത്തർ സബ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ലോക്കൊന്നും അല്ല. നമുക്ക് ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ലോക്കാണ്. ഇത് കുറേ അധികം ടെക്നിക്സ് നമ്മൾ കാണിച്ചു തരാം. ഇത് അഴിച്ചെടുക്കാനുള്ള 1, 2, 3 ഒന്നുമല്ല, നമ്മൾ ചിലപ്പോൾ കൂടുതൽ ടെക്നിക്സ് നമ്മൾ കാണിച്ചു തരും. മാസ്റ്റേഴ്സ് ലോക്കിന് ചിലപ്പോൾ ഫുൾ നെൽസൺ ലോക്കെന്ന് പറയാം. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് മാസ്റ്റേഴ്സ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ കുറച്ച് ട്രിക്സ് പറഞ്ഞു തരും. അത് നിങ്ങളൊക്കെ എന്താ പറഞ്ഞാൽ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഇത്രയും ഞങ്ങളൊരു 3 പറയും, അതിനകത്ത് ഏതെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഈ മാസ്റ്റേഴ്സ് ലോക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം പിന്നെ ഫൈറ്റ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഊരി പോകാൻ സാധിക്കും. അപ്പോൾ വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയുവാണ്, നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് റിയൽ ടൈം ഓരോന്നായിട്ട് ചിലപ്പോൾ കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നമ്മളെല്ലാം കൂടെ ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ഒരു റിയൽ ടൈം കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക. നമ്മളേതായാലും പല ടെക്നിക്സ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ടെക്നിക്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ റിയൽ ടൈം ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മുടെ ഫസ്റ്റ് ടെക്നിക്കിലേക്ക് തന്നെ നമുക്ക് പോയേക്കാം, മാസ്റ്റേഴ്സ് ലോക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്ത് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടെക്നിക്കിലേക്ക് തന്നെ പോയേക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ കോർ മസിൽസ്, അത് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ആപ്സ് മസിൽസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ട് ഏരിയയിൽ വരുന്ന ഈ മസിൽസും അതുപോലെ നമ്മുടെ ബോഡിയുടെ ഫുൾ കോർ മസിൽസ് ഉണ്ടല്ലോ, ആ കോർ മസിൽസിൻ്റെ സ്ട്രെങ്തും അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ സ്ട്രെങ്തും യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ മാസ്റ്റേഴ്സ് ലോക്ക് അഴിക്കാമെന്നായിരിക്കും നമ്മളിപ്പോൾ ആദ്യം തന്നെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഈ മാസ്റ്റേഴ്സ് ലോക്ക് ഇടുമ്പോൾ നമ്മൾ ഈ മാസ്റ്റേഴ്സ് ലോക്ക് ഇട്ടേക്കുന്ന ആളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് നമ്മുടെ കഴുത്തിന് വളച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഈ ലോക്കിന് ഏറ്റവും വലിയൊരു സംഭവം. അപ്പോൾ ആ കഴുത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വളച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഇയാൾക്ക് ഒട്ടും പിന്നെ മൂവ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ കിട്ടും. കാരണം കഴുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പവറൊന്നും കാണത്തില്ല നമ്മുടെ കഴുത്തിൻ്റെ. മാത്രമല്ല നിങ്ങളുടെ നെക്ക്, നിങ്ങൾ ഈ സ്പൈനിലേക്ക് നിങ്ങൾ കൂടുതൽ പ്രഷർ പോയിട്ട് സ്പൈനൽ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത, നമ്മൾ കൂടുതൽ ബലം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ മിക്കപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രയോഗിക്കുന്ന ആ രീതിയിലായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നത്. അത് ഒരിക്കലും ചെയ്യരുത്. അതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ പറയാൻ വേണ്ടിയിട്ടുള്ളത്. നെക്ക് സ്ട്രോങ് ആയിട്ട് വെക്കാനായിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൈ ഇങ്ങനെ കഴുത്തേൽ ഇങ്ങനെ പിടിച്ചിട്ട് കഴുത്ത് ഇങ്ങനെ കുനിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാൽ നിങ്ങളുടെ നെക്ക് ഫ്രണ്ടിലേക്ക് പോകുന്നു. അപ്പം നെക്ക് സ്റ്റഡി ആയിട്ട് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ചിലപ്പോൾ നെക്ക് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിർത്താൻ പറ്റത്തില്ല. ഒരു ബാക്കിൽ നിന്ന് പിടിക്കും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാരണവശാലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, നമ്മുടെ നെക്കിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതെങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൈ ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു ലോക്ക് നിങ്ങളുടെ കൈ പിടിക്കുക. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നിവർന്നിരിക്കുമല്ലേ സാധനം, ഒരു വേണമെങ്കിൽ ഓർമ്മ ഇങ്ങനെ ചെറുതായിട്ട് താഴത്തേക്ക് ഇങ്ങനെ നൈസായിട്ട് പിടിക്കുക. അപ്പോൾ ഇങ്ങനെ പിടിച്ച ശേഷം നമ്മൾ എന്നാ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലോക്ക് ഇട്ടേക്കാണ് നിങ്ങൾ വരുന്നത്. ലോക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങനെ നെക്കിൽ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കഴുത്തിനൊരു ബലം തോന്നും. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ പിടിക്കാതെ ആദ്യം ഒന്ന് പിടിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് പിടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക. നമുക്ക് ആ ഡിഫറൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവും. അതായത് നിങ്ങളുടെ നെക്കിന് നിങ്ങൾ ഈ ഫ്രണ്ടിൽ നിന്നും കൂടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് വന്നു. നിങ്ങളുടെ ബാക്കിൽ നിന്ന് ഏതെങ്കിലും ഓൾറെഡി ആ പിടിച്ചേക്കുന്ന ആളുടെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ നിങ്ങളുടെ കഴുത്ത് താഴത്തേക്ക് ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ നിന്നും കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഈ കൈയുടെ ഈ കാണുന്ന ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ നെറ്റിലേക്ക് വെക്കുന്നത്. ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം നെറ്റിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ കഴുത്തിന് ഇവിടുന്ന് നമ്മൾ ബാക്കിലേക്ക് ഒരു പ്രഷർ കൊടുക്കുകയാണ്. നമ്മുടെ കൈ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കഴുത്തതുകൊണ്ട് ഫ്രണ്ടിലേക്ക് കുനിഞ്ഞു പോകത്തില്ല. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരു പ്രഷർ വരുന്നു, നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് പ്രഷർ പുറകോട്ട് കൊടുക്കുന്നു. നിങ്ങളുടെ നെക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴുത്തിന് ബലം കൊടുത്തേക്കാണ്. കഴുത്തിന് ബലം കൊടുത്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് ലാഗ് അടിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടെക്നിക്ക് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ടേക്കാന്ന് തരുന്നത്, ഇങ്ങനെ ഇട്ടേക്കാണ് നമ്മൾ ആദ്യം തന്നെ പവർ കൊടുക്കുന്നത്. പവർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുണ്ട്, നമ്മൾ ഫുൾ പവർ ഉപയോഗിച്ചിട്ട് ഈ കൈ ഇങ്ങനെ അടുപ്പിച്ചാൽ മതി. ഉണ്ടോ, ഇങ്ങനെ അടുപ്പിച്ച് കഴിയുമ്പോൾ കൂളായിട്ട് അഴിഞ്ഞിരിക്കും. അവിടെ അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെക്ക് അനങ്ങാതെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ എന്തായാലും ഇങ്ങോട്ട് പ്രഷർ വരും. ഇങ്ങോട്ട് പ്രഷർ വരുമ്പോൾ നമ്മളെല്ലാം ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരിക്കണം, മുറുക്ക പിടിച്ചിട്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബാക്കിൽ ഇങ്ങനെ ഒരു ലോക്ക് വരുവാണ്. ഇങ്ങനെ ലോക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈ ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ലോക്ക് ആക്കുക. കൈ കൊണ്ട് നിങ്ങളുടെ നെക്കിൽ നല്ല പ്രഷർ കൊടുക്കുക. ചിലപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രഷർ കൊടുത്ത് വിടിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് വരാം.
പക്ഷേ നിങ്ങൾ നന്നായിട്ട് പ്രഷർ കൊടുത്ത് ഓപ്പോണൻറ്റിൻ്റെ കൈ കുറച്ച് വീക്ക് ആക്കുക. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ നെക്കിലേക്ക് ഒത്തിരി പ്രഷർ വരുന്നില്ല, കാരണം എൻ്റെ നെക്കിന് ഞാനിപ്പോൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ നെക്ക് കുനിഞ്ഞും പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രഷർ വരുന്നില്ല. ഇനി ഞാൻ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഓപ്പോണൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ടും പോകും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റ് ഫ്രണ്ടിലേക്കാക്കി നിങ്ങളുടെ കോർ മസിൽസും കൂടെ മൂവ് ചെയ്തുകൊണ്ടുണ്ടോ മുറുക്കെ പിടിക്കുക. സംഭവത്തിൽ തന്നെ എന്റെ കൈ ചെയ്യുമ്പോൾ തന്നെ കൈ അഴിഞ്ഞു പോകും. നമ്മൾ വേറെ കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇങ്ങനെ ഒരു മൂവ്മെന്റ്, ഇങ്ങനെ ചെസ്റ്റിന്റെ ഒരു മൂവ്മെന്റ്, അതായത് നിങ്ങളുടെ കോർ മസിൽസിന്റെ ആ ഒരു മൂവ്മെന്റും നിങ്ങളുടെ ബ്രെത്തിന്റെ പവറും, അതെ, അത് എല്ലാം കൂടെ കൂടുമ്പോഴാണ് സംഭവം വരുന്നത്. ബ്രെത്തിങ്ങിലൊക്കെ ഒരുപാട് കാര്യമുണ്ട്. ശ്വാസത്തിന് പുറത്തോട്ട് വിട്ടുകൊണ്ട് അങ്ങ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി കൂടുതൽ പവർ കിട്ടും. അപ്പോൾ എന്തായാലും കുറേ ടെക്നിക്സ് ഉണ്ട് ഗൈസ്. നമുക്കിത് റിയൽ ടൈം ഇപ്പോൾ കാണിക്കണ്ടല്ലോ, നമുക്ക് എല്ലാം ലാസ്റ്റ് നമുക്ക് ഒരു റിയൽ ടൈം കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ടെക്നിക്കിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഒരു ചെടി തിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് വൃത്തിയിടാന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറേ നാളെ ഇവിടെ വന്നിട്ട്, അപ്പോൾ ബാക്കി മൊത്തം കാട് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ലാസ്റ്റ് ഷൂട്ട് ചെയ്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കത്തി കുത്തുന്ന സംഭവമായിരുന്നു ഷൂട്ട് ചെയ്തിട്ട് പോയത്. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു 1-2 ആഴ്ചയും കാണുമായിരിക്കും നമുക്ക്. അപ്പോൾ ഇതിന് ഒരുപാട് കാടൊക്കെ വളർന്നു. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ ഒരു ട്രിക്ക് ഒന്ന് നോക്കാം. രണ്ടാമത്തെ ട്രിക്ക് എല്ലാ ട്രിക്കും കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് റിയൽ ടൈം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, സെക്കൻഡ് ട്രിക്ക് നമുക്ക് എളുപ്പമായിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നോർമലായിട്ട് നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് തന്നെ പിടിച്ചോ, ബാക്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് ഇങ്ങനെ ഒരു പിടുത്തം വരുന്നു. അപ്പം ഇങ്ങനെ ഒരു പിടുത്തം വന്നു കഴിയുമ്പോൾ ഞങ്ങൾ പണ്ടുള്ള വീഡിയോയ്ക്കകത്ത് എല്ലാം ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു, അതായത് നിങ്ങളുടെ വൾണറബിൾ ആയിട്ടുള്ള ഏറ്റവും പിടിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗത്തെ പിടിക്കാമെന്ന്. അപ്പോൾ ഈ ടെക്നിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോക്കിന് മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊരു സംഭവം ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വിരലുകൾ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള എൻ്റെ വിരൽ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നേരെ ഈ വിരലിൽ ഒരെണ്ണത്തെ പിടിക്കുക. എന്തായാലും കൈ നമുക്ക് ഇങ്ങനെ വിടിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ വിരലിൽ ഒരെണ്ണത്തെ പിടിക്കുക, ഇങ്ങനെ പുറകോട്ട് പിടിക്കുക. അതുകൊണ്ട് സിമ്പിളായിട്ട് ഈ സാധനം കഴിഞ്ഞ് വരും. അതായത് നമ്മൾ ഒത്തിരി ബലമൊന്നും ചെയ്യേണ്ട. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് കൈ ബാക്കിലോട്ട് എത്തിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. എത്ര ഹാർഡായിട്ട് ഈ സാധനം ഇട്ട് കഴിഞ്ഞാലും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വിരലെ പിടുത്തം ഒരു വിരലെടുത്ത് തേടാം. സിമ്പിൾ. ഇപ്പോൾ ഞെട്ട വരം പോയി. അപ്പോൾ മര്യാദയ്ക്കൊന്ന് പിടിച്ച് ഓടിച്ചിട്ടുണ്ടെങ്കിൽ കൈ ഓടി ആരായാലും വിട്ടുപോകും. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ടെക്നിക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പലരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരാട്ടെ ഗൂഫ് അതിനകത്തൊക്കെ ചെയ്ത് നമ്മൾ കണ്ടുപഠിച്ചതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിങ്ചുങ്ങിൻ്റെ അകത്ത് ഒരു മാസ്റ്റർ കാണിച്ചു കൊടുക്കുന്നത് കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇത് ഭയങ്കര ഇച്ചിരി ഡിഫിക്കൽട്ട് ആണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് അല്ല, പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന ടെക്നിക്കാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തുകൊണ്ടും നോക്കാം. അപ്പം ലോക്ക് വരുവാണ്, നീ ലോക്ക് ഇടാം. അപ്പോൾ അതെ, ലോക്ക് ഞാൻ ബാക്കിൽ നിന്ന് സാധാരണ പോലെ തന്നെ ഇട്ടു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വിരലുകളൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ കരുതാ ഞാൻ ടൈറ്റ് ചെയ്ത് പിടിച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ ടെക്നിക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല ടൈറ്റ് ഇതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി വിരപ്രയോഗവും വിരലിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ല. വിരലിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ പോകുകയാണെന്നുണ്ടോ, ഇങ്ങനെ മാറി പോകും. വിരലിലേക്ക് എനിക്ക് എത്തുന്നില്ല. അപ്പോൾ കഴുത്തിലേക്ക് കൂടുതൽ പ്രഷർ വരുന്നു. അതെ, അപ്പോൾ എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ 2 കൈ നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കുക. സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ട് ഈ ജോയിൻറ്റ് വന്നേക്കുന്ന പാടുണ്ടല്ലോ, അതായത് ഈ ജോയിന്റുകളാണ് നമുക്ക് എപ്പോഴും ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പം. കാരണം ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടി പോകണം. അതായത് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ കൊടുക്കുക തന്നെ നമ്മൾ കഴുത്ത് താഴത്തോട്ട് പോകാൻ അനുവദിക്കരുത്. അങ്ങനെ അനുവദിക്കാതെ നിങ്ങൾ കറക്റ്റ് ശരിക്കും ബാക്കിലോട്ട് പോകുന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന കൊണ്ട് ചെയ്യുക. നെക്ക് ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കുന്നത്. അതായത് കഴുത്ത് ഇങ്ങനെ കുനിച്ച് ഫ്രണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ വൾണറബിളായി. ഇനിയിപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതായത് എൻ്റെ സ്പൈനിൽ ഇഞ്ചുറി ഉള്ള സാധ്യതയുണ്ട്. എനിക്ക് ഞാൻ ഊരി പോകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ നിൽക്കുക, അതിനുശേഷം സ്ട്രോങ് ആയിട്ട് പിടിക്കുക. ഈ വരുന്ന ജോയിൻസിന്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ കൈ ഫ്രണ്ടിലേക്ക് കയറ്റി പിടിക്കുന്നുണ്ടോ, ജോയിന്റിന്റെ ഭാഗത്തേക്ക് കൈ നേരെ കയറ്റി പിടിക്കുക. നെക്ക് നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം നിങ്ങൾ ഇതുണ്ട്, ഈ കൈ ഇങ്ങനെ ഈ 2 കൂട്ടി പിടിച്ചിട്ട് നല്ല ഫുൾ പവറിൽ ഇങ്ങനെ അങ്ങ് പിടിപ്പിക്കുക. അപ്പോൾ എൻ്റെ 2 കൈയും നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാവും. 2 കൈ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഈ ഒരു സ്ഥിതിയിലാണ് എൻ്റെ കൈ ഇരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇത് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഈ കൈ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നില്ല. ഊരിയെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് ഊരിയെടുത്ത് ഇങ്ങനെ കഴുത്തോട്ട് ഇട്ട് ഒന്നുകൂടെ പിടിച്ചേനെ. പക്ഷേ ഇത് എനിക്ക് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. ഇവിടെയും ടൈറ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ കൈ നിങ്ങളുടെ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഈ കൈ ഊരാൻ നിൽക്കണം. ഈ കൈ ഊരി പോകുന്നുണ്ടോ, ലോക്കാക്കി. ഇപ്പോൾ അവിടെ ലോക്കാക്കി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പോസിറ്റ് കൈ അവിടെ ഉണ്ട്. ആ ഓപ്പോസിറ്റ് കൈയുടെ പത്തി നിങ്ങളുണ്ടോ, ഞങ്ങൾ കളരിക്കകത്ത് പറഞ്ഞു തരുന്നത് ഈ പത്തി ഇങ്ങനെ മടക്കുക. മടക്കിയിട്ട് ഇങ്ങനെ അതേപോലെ തന്നെ നിങ്ങൾ പുറകോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങ് മാറുക, ചവിട്ടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാവുന്നതാണ്. നമ്മൾ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ മടക്കാൻ തന്നെ നമ്മുടെ കൺട്രോൾ പോയി. കാരണം കൈ ഇങ്ങനെ ഒരാൾ പിടിച്ച് തിരിച്ചു കഴിയുമ്പോഴത്തേനും എന്ന് പറയുന്ന സംഭവം ആ കൈയിലേക്കായിരിക്കും. അതെ, നമ്മൾ നല്ല പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ കൈ ഒന്ന് ഒടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയ്യിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിലായി ഫുൾ കൺട്രോൾ. പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. അപ്പം ഏതായാലും ഇതാണ് നമ്മുടെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്. സംഭവം കുറച്ച് ഡൗട്ട് കാണായിരിക്കും, ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും ഒരാളിങ്ങനെ പിടിച്ചേക്കുന്നു. ഓക്കെ, ഞാൻ വിരലൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്, എനിക്ക് വിരലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഇച്ചിരി ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ടുണ്ടോ, ഈ ഒരു ഫ്രണ്ടിലോട്ട് ഈ ഫോറാമിൻ്റെ ഈ ഭാഗത്തോട്ട് ഞാൻ കൊണ്ടുവന്നിട്ട്
ഇപ്പോൾ അഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇറങ്ങിക്കൊണ്ട് വേണം പോകാം. ഈ കൈ വേണം അകത്തോടെ ഇറക്കാം. പക്ഷേ ഞാൻ ഇവിടെ ലോക്ക് ചെയ്തേക്കാണ്, അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല. പിടിച്ചേക്കുവാണ്, കുറുക്കെ പിടിച്ചേക്കും. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈ, എൻ്റെ ഈ ഓപ്പോസിറ്റ് കൈ ഉപയോഗിച്ചിട്ട് ഈ കൈ പിടിക്കുക. ഈ കൈ മലർത്തിയിട്ട് ഇതുണ്ടോ തിരിഞ്ഞു, അത് ഒറ്റ തൊഴിലൊഴിക്കുക. തൊഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുവേണം ചെയ്യാം, ഒരിക്കോ ഇടിക്കോ എന്ത് വേണം ചെയ്യാം. അത് നോക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് നിങ്ങൾക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഭവം മനസ്സിലായി കാണും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് കൈ കൊണ്ട് വേണം മറ്റേ കൈ പിടിച്ചിട്ട് തിരിക്കാനായിട്ട്. അത് ശ്രദ്ധിക്കുക. കാരണം അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ എന്നെ ലോക്ക് കിട്ടുന്ന കരുതുക, ഞാനിപ്പോൾ ഓപ്പോസിറ്റ് കൈ കൊണ്ടല്ല, ഈ കൈ കൊണ്ട് തന്നെ, സെയിം കൈ കൊണ്ട് തന്നെയാണ് അഴിക്കുന്നത് കരുതുക. അഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതുണ്ട് ഈ കൈ കൊണ്ട് തന്നെ പിടിച്ചു. ഇത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ഇതുണ്ടോ തിരിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി, ഇങ്ങനെ ഒന്നും ഇറങ്ങാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതുണ്ടോ ഈ കൈ പിടിച്ചിട്ട് ഇത് വെച്ചിട്ട് വല്ല ഇടിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇത് കൈയൊക്കെ വിട്ടിട്ട് അത് ശരിയാവില്ല കൈ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓപ്പോസിറ്റ് കൈ കൊണ്ട് പിടിക്കണം. പിന്നെ വേറൊരു സംഭവങ്ങൾ നമുക്ക് ചെയ്യാം. അതായത് ഇങ്ങനെ കൈ ഇങ്ങനെ വരുന്നു, നേരെ പിടിക്കുന്നു, നല്ല സ്ട്രോങ് എൽബോഡ് അങ്ങോട്ട് കൈ കയറ്റി പിടിക്കുന്നു, സ്ട്രോങ് ആയിട്ട് പിടിപ്പിക്കുന്നു. കൈ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ പിടിപ്പിക്കാൻ കുറച്ചും എളുപ്പമുണ്ടാകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് ഇതുണ്ടോ ഈ കൈ ഇടി കൊടുക്കുക. അത് നൈസ് പരിപാടിയാണ്. ഇങ്ങനെ 2 ഇടി ഇടിച്ചിട്ട്, അതായത് കഴുത്തിൻ്റെ ഇങ്ങോട്ട് വരും. പ്രഷർ പോയിന്റുകളാണ്. അത് കഴുത്തിൻ്റെ അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കഴുത്തിൻ്റെ അങ്ങോട്ട് ഇടിക്കുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് കറക്കുന്നു. അപ്പം ഇടി കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ബോധം പോകും. പിന്നെ ഇടി നമുക്ക് തൊഴിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നയിച്ചൊരു പരിപാടിയായിരിക്കും. കാരണം ലോക്ക് അഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഇടി ഇടിക്കുക. അപ്പം മറ്റേ ആൾക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ലോക്ക് അഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അയാൾക്ക് ആ കൈ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നൈസ് പരിപാടിയാണ്. 2 ടെക്നിക്സും കൂടെ കാണിച്ചു തരാം, ഈസി ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഇട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇങ്ങനെ വരുന്നു, നേരെ വരുന്നു, ലോക്ക് ഇങ്ങനെ വരുന്നു, ലോക്ക് ഇടുന്നു. അപ്പോൾ ഇതിനെ ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കണ്ടോ, ഇത്ര ഈസി ആയിട്ട് അഴിച്ചെടുക്കാവുന്ന കേസുള്ളൂ. ഇതിന് എന്തൊരു മുടക്കാനിട്ടേക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഊരി പോകാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ഞങ്ങൾ നോക്കി, ഞങ്ങൾ സ്ഥലവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് നമുക്കിപ്പോൾ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നൈസായിട്ട് നമുക്ക് ആക്രമിക്കേണ്ട, നേരെ ഊരുന്നു, നമ്മൾ ഓടുന്നു. സംഭവിച്ചാൽ ഞങ്ങൾ പല രീതിയിൽ ഞാൻ മാക്സിമം ഒരു ബലത്തിൽ ഞാൻ ഇട്ട് നോക്കാം. മാക്സിമം ബലത്തിൽ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം കൈ നിങ്ങൾ ആദ്യം താന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കൈ പോകണം. അതെ, ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒന്നുമില്ല. കൈ നേരെ മേലോട്ട് പൊക്കുക. പെട്ടെന്ന് തന്നെ ആയിരിക്കണം പരിപാടികൾ. കൈ മേലോട്ട് വെക്കുന്ന ആ സമയം തന്നെ മേലോട്ട് വെക്കുമ്പോൾ തന്നെ താഴത്തോട്ട് ഇരിക്കണം. ഇതിൽ വേണമെങ്കിൽ ഇയാൾ അറ്റാക്കും വേണം ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് താഴത്തോട്ട് പോകുന്ന വഴിക്ക് കഴുത്തിൽ പിടിച്ചാൽ മതി. കഴുത്തിൽ പിടിച്ച് താഴത്തോട്ട് താഴുക. മറ്റേ നമ്മൾ ഈ റെസ്ലിങ്ങിനകത്തൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ താഴത്തേക്ക് കൊണ്ട് പരിപാടി ആ സംഭവം നമുക്ക് ഇവിടെ കിട്ടലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റായിട്ട് ഞാൻ എന്നെ കൊണ്ടൊന്ന് കാണിച്ചു. ഓക്കെ, ഇങ്ങനെ പിടിച്ചേക്കാണ് മാസ്റ്റർ ബ്ലോക്ക് കിട്ടും. അപ്പോൾ ഞാൻ അടുത്ത് എന്നെ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല. എന്നെ ഒളിച്ചോണ്ടിരിക്കുകയാണ്. നേരെ കൈ വെക്കുന്നു, താഴത്തേക്ക് ഇരിക്കുന്നു. ഇരിക്കുമ്പോൾ തന്നെ എന്തായാലും നമ്മൾ കൈ വെച്ച് കഴിഞ്ഞ് പോകും. ഇല്ലെങ്കിൽ കഴുത്തെ പിടിച്ചുകൊണ്ട് താഴത്തേക്ക് ഇരിക്കാം. സംഭവം സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ അതാണ് നമ്മുടെ ടെക്നിക്ക്. പിന്നെ വേറെ ടെക്നിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുണ്ടോ മാസ്റ്റേഴ്സ് ലോക്ക് കിട്ടും. ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് ആയം കൊടുക്കുക. ഫ്രണ്ടിലോട്ട് ആയം കൊടുത്തിട്ട് ഇതുണ്ടോ ഒറ്റ അടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ മുട്ടിക്കാത്തതാണ്. കാരണം മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനാണ്. നിങ്ങൾ ബാക്ക് ഉപയോഗിച്ച് ഞങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ നേരത്ത് ഇതൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ബാക്കിലേക്ക് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിൽ നിൽക്കുന്ന ആൾ, അതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പിടുത്തം ബാക്കിൽ നിന്ന് പിടിച്ചേക്കുവാണെങ്കിലും ഈ സെയിം സാധനം തന്നെ ഇങ്ങനെ ബാക്കിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫോഴ്സിൽ ഒന്ന് അടിക്കുമ്പോൾ എന്നെ ആയാലും നമ്മളത് വിട്ടു പോകും. അപ്പോൾ അതാണ് നമ്മുടെ കുറേ ടെക്നിക്സ് നമ്മൾ പറഞ്ഞു. എത്ര ടെക്നിക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല. അതാണ് നമ്മൾ നമ്പർ ഒന്ന് എടുക്കാമായിരുന്നു. കുറേ ടെക്നിക്സ് നമ്മൾ പറഞ്ഞു തന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിലേ അടിക്കാതെ നമ്മുടെ റിയൽ ടൈമിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. സാധനങ്ങളാണ് കാണിച്ചു തരത്തുള്ളൂ. അതെ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ കഴിച്ച് ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയാം. ബാക്കി കാണുന്ന മലയില്ലേ, ആ മലയിലോട്ട് നമ്മൾ ഏതായാലും അടുത്ത ദിവസം തന്നെ ഒരു ട്രിപ്പ് പോകുന്നതാണ്. നിങ്ങളെല്ലാവരും കുറേ പേര് ചോദിച്ചായിരുന്നു നമ്മുടെ അടുത്ത് ഏതാ സ്ഥലം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്ഥലത്തോട്ട് ഒന്ന് പോകുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അത് ആ കാണുന്നതാണ്. ആ ഏറ്റവും ബാക്കിൽ അങ്ങേ അടുത്ത് കാണുന്നതാണ് പാൽക്കുളം വീട് എന്ന് പറയുന്നത്. അതായത് പാൽക്കുളം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒത്തിരി ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പം വരുന്നുണ്ട്. പാൽക്കുളം മേടാണ് ആ കാണുന്ന ഏറ്റവും വലിയ മല. ഇത് പിന്നെ ഇടത്തട്ടിൻ്റെ ഭാഗങ്ങൾ, പാൽക്കുളം മേടിൻ്റെയൊക്കെ ഭാഗങ്ങളാണ് ഈ ബാക്കി കാണുന്നത്. എന്തുകൊണ്ടാണ് ഡെഫിനറ്റായിട്ട് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് ഒരു ദിവസം ഉടനെ തന്നെ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയി മഞ്ഞൊക്കെ കാണിച്ചാൽ കിടിലമായിട്ട് കോടയൊക്കെ കാണിച്ചാൽ സൂപ്പറായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. നല്ല ഒരു ക്ലൈമറ്റും ഒക്കെ ഉള്ള സ്ഥലമാണ്. രാവിലെയൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് പോകാൻ വേണ്ടി തുടങ്ങിയാണ്. പക്ഷേ രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താഴെ ഇങ്ങനെ മഞ്ഞ് കിടക്കുന്ന സീനൊക്കെ നമുക്ക് രാവിലെ പോയാൽ ഒരു വൈബ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ പോകുന്നത്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് റിയൽ ടൈമിലേക്ക് പോയേക്കാം. ഓക്കെ, தமிழ்நாடு யாரோ பார்க்குறது வந்தது சொல்ல. നീ മലയാളിയല്ലേ? ഓക്കെ, ഞാൻ ഓക്കെ. അപ്പോൾ നീ ആദ്യം ഡയലോഗ് പറയണോ അത് ഞാൻ പറയാം? നീ പറഞ്ഞു. തമിഴ്നാട് എന്നെ തല്ലാൻ ഏതൊരു ഗുണ്ട വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോടാ. നീയാണോ? കുറേ ഇന്നോവയുണ്ട്, ഒരു BMW ഉണ്ട്. എന്നെ തല്ലാൻ തന്നെയാണോ? தம்பி, அந்த போலீஸுக்காரா ரொம்ப பாவம். என்ன கால் பண்ணி அதிகாலையில கால் பண்ணி இங்கே கேரளாவிலேருந்து ஒரு பையன் ரொம்ப பிரச்சனை பண்ணுறேன்னு சொன்னேன். அப்போ தான்
நெக்ஸ்ட் நம்ம BMW ஷெட்ல இருந்து தூக்கிட்டு நான் ரெடியா நேரா டைரக்டா இங்க வந்தேன். என்ன தம்பி இந்த கார்னாவிலே ரொம்ப பிரச்சனை பண்ணுறதுன்னு கேட்குறேன், சரியா? உன்னப்படி நிறைய கேட்டிருக்கா, நீ தானே மதுரை ராஜா. ஆனா எனக்கு வந்து இந்த பூமிக்கு கிடக்குன எல்லா பிளேஸும் சமம், எதுவும் பிரச்சனை கிடையாது தம்பி. அந்த ஏரியா இந்த ஏரியா அந்த இடம் தமிழ்நாடு கேரளா என்ன இடமான இருந்தாலும் பிரச்சனை இல்லை. அதனால தான் நான் கேரளாவிலேக்கு வந்திருக்கேன். தெரியும், அந்த தமிழ்நாடு உங்க ஏரியா, அது உங்க ஏரியா, இது எங்க ஏரியா. ஆமாண்டா, இந்த உங்க ஏரியாவில வந்து ஒன்னையே சேலஞ்ச் பண்றோம். உனக்கு ஏதாவது பண்ண முடியும்னா இப்பவே பண்ணி பாரு. இந்த ராஜா இங்கத்தான் இருப்பேன். எனக்கு அவ்வளவு டேலாக் ஒன்று அடிக்க தெரியாது, ஆனாலும் நான் கூலை காண்டில் இருக்குடா, கொல்லாம விட மாட்டேன். சென்டிமெண்ட் கிண்டிமெண்ட் ஏதாவது இருக்குன்னா இப்போவே ஓடி போயிடும். மவனே, உனக்கு சொல்றது எவ்வளோ இருந்தாலும் அதெல்லாம் இப்பவே சொல்லி முடி. ஏன்னா ஃபைட்டை ஒரு வாட்டி ஸ்டார்ட் பண்ணிட்டோம்னா அதுக்கப்புறம் உனக்கு ஒன்றுக்கு போக கூட டைம் கிடைக்காது. அதனால எதுவும் இருந்தாலும் இப்பவே பேசிட்டு நீ. ஆமா ராஜா, இது மட்டும் நீ ஞாபகம் வச்சுக்கோங்க, இது மட்டும் நீ ஞாபகம் வச்சுக்கோங்க. நான் ஒரு தடவை சொன்னா, ஒரு தடவை சொன்ன மாதிரி கிடையாது, ஆனா நான் ஒரு தடவை பஞ்ச் பண்ணுனா 100 தடிக்கு சமம்டா. உனக்கு பார்க்கணுமா? ஆமா, உனக்கு ஒரு தடவை பஞ்ச் பண்ண விட்டாதானே நீ என்ன பஞ்ச் பண்ணும். அதுக்கு கூட வாய்ப்பு கிடையாதுடா தம்பி, நீ போடா. വീരക്കൊക്കെ പല മരണമുണ്ടാ, പക്ഷെ ധീരന്മാർക്ക് മരണം വന്നേ ഉള്ളൂ. തല്ലാൻ വന്നാ തല്ലണം, കൊല്ലാൻ വന്നാ കൊല്ലണം. അണ്ണാ അടിയാ, ഇവിടെ ആയിരുന്നടാ. ആ